സോഷ്യൽ മീഡിയ താരമായ രേണുസുതിക്ക് ക്യാൻസറാണെന്ന വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് മലയാളികൾ അറിഞ്ഞത്. രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങളെക്കുറിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ചികിത്സയെക്കുറിച്ചുമൊക്കെ രേണുസുതി തന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് ഒട്ടേറെ പേര് രേണുവിന് പിന്തുണയുമായി എത്തി. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവർക്ക് പരിഹാസവും ക്രൂരമായ കമന്റുകളുമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഷഫീന ബീവി എന്ന യൂട്യൂബറാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. രേണുസുതിക്ക് ക്യാൻസറാണെന്ന് പറയുന്നത് വെറുതെയാണെന്നും സമൂഹത്തിന്റെ സിമ്പതി ലഭിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും ഷഫീന പറയുന്നു. അന്തരിച്ച കൊല്ലം സുധിയുടെ പേരിലുള്ള വീട് സിമ്പതിയുടെ മറവിൽ തട്ടിയെടുക്കുക എന്നതാണ് രേണുവിന്റെ ഉദ്ദേശമെന്നും മലയാളികളാരും രേണുവിന്റെ ചതിയിൽ വീഴരുതെന്നും ഷഫീന പറഞ്ഞു. എന്നാൽ നടൻ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ഷഫീനയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ: അന്തരിച്ച കലാകാരനായ സുധി എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു. അതുകൊണ്ടുതന്നെ രേണുസുധി എനിക്കെന്റെ പെങ്ങളാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് എന്റെ സ്വന്തം വീട്ടിലുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. രേണുവിന് ക്യാൻസർ ആണെന്ന് രേണുവിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. ഞാൻ മാത്രമല്ല, രേണുവിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയാണത്. എന്നാൽ രേണു ഒരു കാര്യം ഓർക്കുക, കേരളക്കര ഒന്നാകെ ഇപ്പോൾ രേണുവിനോടൊപ്പമുണ്ട്. എനിക്ക് സഹോദരതുല്യനായ സുധിയുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പം വന്നാൽ ഞാനല്ലാതെ പിന്നെയാരാണ് രേണുവിന് സഹായിക്കാനുള്ളത്? എന്നാൽ ഈ അസുഖഘട്ടത്തിലും രേണുവിന്റെ മുഖത്ത് കല്ല് വലിച്ചെറിയുന്ന ഷഫീന ബീവിയെ പോലെയുള്ളവരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് സത്യത്തിൽ വേണ്ടത്? ഒരുപക്ഷെ രേണുവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇതുപോലൊരു സന്ദർഭത്തിലല്ലാതെ പ്രകടിപ്പിക്കേണ്ടത്. ക്യാൻസർ വന്ന് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരാളെപ്പറ്റി അത് നിങ്ങളുടെ ഉടായിപ്പല്ലേ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കടന്ന കൈയാണ്. അതും രേണുവിനെ പോലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറയുന്നത് അവരെ അത്രത്തോളം ബുദ്ധിമുട്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൊല്ലം സുധിയുടെ വീട് ആർക്കു ലഭിക്കുമെന്നുള്ളത് അവരുടെ കുടുംബകാര്യമാണ്. എന്തിനാണ് പുറത്തുനിന്നുള്ളവർ ആ കാര്യത്തിൽ ഇടപെടുന്നത്? ചിലപ്പോൾ രേണുവിന് കിട്ടും, അല്ലെങ്കിൽ കിച്ചുവിന് ലഭിക്കും. ആരായാലും രണ്ടുപേരും സുധിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങളാരും അതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈയൊരവസ്ഥയിൽ രേണുവിന് തന്നെ വീട് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കിച്ചു ഒരു യുവാവാണ്. അവന് ഇനിയും വളരാനുള്ള അവസരമുണ്ട്. എന്നാൽ രോഗബാധിതയായി ദുരിതമനുഭവിക്കുന്ന രേണുവിന് ഒരു കൈത്താങ് അത്യാവശ്യമാണ്. ലൈംലൈറ്റിലുള്ള സമയത്ത് മാത്രമേ ജനങ്ങൾ രേണുവിനെപ്പറ്റി ഓർക്കുള്ളൂ. രോഗം ബാധിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ രേണുവിനെ എല്ലാവരും മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടക്കയിലായിട്ട് പോലും വീഡിയോ ചെയ്യാനവർ ധൃതിപ്പെടുന്നത്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ താരമായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് രോഗമാണെന്നറിഞ്ഞ് വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുമെന്ന് കരുതാൻ വയ്യ. ധൈര്യമായിരിക്കും രേണു, നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. നിങ്ങൾ വീണ്ടും സജീവമാകുന്നത് കാണാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ നിന്ദിക്കുന്നവരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അവർക്ക് മറുപടി കൊടുത്താൽ അവരും പ്രശസ്തനാരും. അങ്ങനെ നിങ്ങളുടെ ചെലവിൽ അവരെങ്ങനെ പ്രശസ്തരാകണ്ട. ഒരാൾക്കൊരു ആപത്ത് വരുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. വഴിയിൽ തളർന്നു വീണിരിക്കുന്ന ഒരാളെ ഒന്നുകിൽ നമുക്ക് കൈപിടിച്ച് നടത്താം, അല്ലെങ്കിൽ അയാളെ തള്ളി കുഴിയിലേക്ക് ഇടാം. രേണുവിനെ ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പിന്തുണയ്ക്കുന്നവർ ആരാണോ അവരാണ് രേണുവിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ. യഥാർത്ഥത്തിൽ രേണുവിന് തന്റെ നല്ല കൂട്ടുകാരിയും മോശം കൂട്ടുകാരിയും നെല്ലും പതിരും പോലെ വേർതിരിച്ച് കാണാനുള്ള അവസരമായി ഈ ഒരു സമയത്ത് കാണുക. മമ്മൂട്ടി കൂട്ടിച്ചേർത്തു.